Partyspecial. Please subscribe. Please press the Please subscribe this channel and press the bell icon. Meow. Hi friends. നമുക്കിന്ന് കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി നോക്കാം. വേവിച്ചെടുത്ത കാരറ്റ് 1 കപ്പ്, പാൽ 1 കപ്പ്, കസ്റ്റാർഡ് പൗഡർ 1 ടീസ്പൂൺ നിറയെ, പഞ്ചസാര 2 ടീസ്പൂൺ, ഇവയെല്ലാം നന്നായി അരച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് വറുത്തെടുക്കാം. 1-2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. നല്ല മണം വരുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് 3.5 കപ്പ് പാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചു മറിയാതെ ശ്രദ്ധിക്കണം. അതിന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. പാല് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. റവ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. 2 ടേബിൾ സ്പൂൺ റവയ്ക്ക് 4 കപ്പ് വരെ പാൽ ചേർക്കാം. അടുത്തതായി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാല് തിക്കായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരറ്റ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അടുത്തതായി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർക്കാതെയും ഇത് ചെയ്യട്ടോ. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂല് കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ പായസം റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.